ബിഗ് ബോസ് ഷോയിലേക്ക് സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് കയറി വന്ന ആ കഥ, അതിൻ്റെ പിന്നാമ്പുറ കഥ ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷവും സീക്രട്ട് ഏജൻറ്റ് ഇതേപോലെ ബിഗ് ബോസിൽ കയറുമെന്ന് എല്ലാവരും ഉറപ്പിച്ച് ഇരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം അവർ തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എവിടെയോ ഒരു പ്രശ്നം പറ്റി. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സായി കൃഷ്ണ ഒരു വലിയ പ്രമുഖ യൂട്യൂബറാണ്. അദ്ദേഹത്തിന് യൂട്യൂബ് വരുമാനം ലക്ഷങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സായി കൃഷ്ണ ബിഗ് ബോസിനോട് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. അതായത് താൻ ബിഗ് ബോസിൽ വരാൻ താല്പര്യപ്പെടുന്ന വ്യക്തി തന്നെയാണ്, പക്ഷേ തനിക്ക് അതിൻ്റെ ആ പ്രതിഫലം യൂട്യൂബ് വരുമാനത്തിൻ്റെ ഏകദേശം അടുത്ത് തന്നെ കിട്ടണം എന്നാണ് സായി കൃഷ്ണ ബിഗ് ബോസിനോട് അറിയിച്ചത്. അതായത് എനിക്ക് തോന്നുന്നത് സായി കൃഷ്ണയ്ക്ക് ഇപ്പോൾ ഏകദേശം ഒരു 70 ലക്ഷത്തോളം ഒരു വർഷം ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ 3 മാസത്തെ വരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 15 ലക്ഷം 20 ലക്ഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ അത്രയും എമൗണ്ട് ബിഗ് ബോസിന് തരാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് സായി കൃഷ്ണയെ ഈ കഴിഞ്ഞ ബിഗ് ബോസിൽ എടുക്കാത്തത്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലും ആദ്യത്തെ ഗ്രൂപ്പിൽ എടുക്കാത്തത് അതുകൊണ്ടാണ്. അവസാനം വൈൽഡ് കാർഡിൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതിയാണ് ബിഗ് ബോസ് ഈ വൈൽഡ് കാർഡായിട്ട് ഈ സായി കൃഷ്ണ ചോദിച്ച കാശ് കൊടുത്ത് ഈ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡിലായിട്ട് ഇപ്പോൾ എൻട്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? സീക്രട്ട് ഏജൻറ്റ് അവിടെ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ഒരു സിംഹമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു പൂച്ച പോലെ ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ രീതി വെച്ച് അങ്ങനെ പെട്ടെന്ന് അഗ്രസീവ് ആവാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല എന്നതുകൊണ്ടാകാം അദ്ദേഹം ഇപ്പോഴും സൈലൻ്റ് ആയിട്ടാണ് അവിടെ കാര്യങ്ങളിലൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ബിഗ് ബോസിന് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ഉറപ്പാണ്. എന്നാന്ന് വെച്ചാൽ ഇവരുടെ ഈ വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം വലിയ ഒരു വ്യത്യാസം ഈ വ്യൂവർഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയൊരു മുന്നേറ്റം, കൂടുതൽ ആളുകൾ ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഏറ്റവും പ്രശസ്തൻ ആയിട്ടുള്ളത് ഈ സീക്രട്ട് ഏജൻറ്റ് തന്നെയാണ്. ആ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വലിയ ആരാധക സമൂഹം ഇപ്പോൾ അത് ബിഗ് ബോസ് കാണാത്തവർ ഇപ്പോൾ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ലക്ഷങ്ങളിൽ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസിന് ഇതിൽ നിന്ന് കൂടുതൽ മെച്ചം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തേക്കാൾ വലിയ തുക സീക്രട്ട് ഏജൻറ്റിന് കൊടുക്കേണ്ടി വന്നെങ്കിലും ആ സീക്രട്ട് ഏജൻറ്റ് വന്നതോടുകൂടി നെഗറ്റീവ് ട്രോളുകളും കൂടുതൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. നെഗറ്റീവായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിനുള്ള ആരാധകർ ബിഗ് ബോസ് കാണാത്തവരും ഇത് കാണുന്നു. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചു സീക്രട്ട് ഏജൻറ്റ്. ഇനി വരും ദിനങ്ങളിൽ അദ്ദേഹത്തെ ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ അദ്ദേഹം ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നുള്ള നേച്ചറുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും അദ്ദേഹം നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. ഒരു പൂച്ചയെ പോലെ ഇരിക്കേണ്ട അവസ്ഥയിലാണ്. എന്തായാലും ഇങ്ങനെ ജയിലിലൊക്കെ പോയി തേങ്ങ ചിരണ്ടി കുറച്ചും കൂടി ഈ സ്ട്രാറ്റജിയൊക്കെ മൂർച്ചപ്പെടുത്തി വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വല്ലാത്ത